ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർട്ട് ഓൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് RX-Z ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, ഒരു മോഡിഫൈഡ് റിവ്യൂമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് യമഹയുടെ തന്നെ മറ്റൊരു പവർഫുൾ 2 സ്ട്രോക്കായ RX-Z. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയല്ല. ഇതിൽ കുറേയൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ മോഡിഫിക്കേഷൻസ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വൈസറിൻ്റെ ബോൾട്ടുകളെല്ലാം നമ്മൾ അലൻകി ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്ത് ഷോർട്ട് ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ത്രോട്ടിൽ ചേഞ്ച് ചെയ്ത് ഡൊമിനോ എന്ന ബ്രാൻഡിൻ്റെ ക്വിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ടയർ സൈഡിലേക്ക് വരുമ്പോൾ 16 ഇഞ്ച് SD റിം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 16 ഇഞ്ചിൻ്റെ മോട്ടോക്രോസ് ഓഫ് റോഡ് ടയറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക് ഷോക്ക് അബ്സറിനെ കുറിച്ചാണ്. ഇത് നമ്മൾ പൾസറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ റിയർ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനായി യൂസ് ചെയ്തിട്ടുള്ളത് യമഹ R15ൻ്റെ കാലിപ്പറാണ് നമ്മൾ ഡിസ്ക് ബ്രേക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ റിയർ ഡിസ്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ അടിയിലായിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സെറ്റ് ചെയ്യാനായി നമ്മൾ കുറച്ച് ലൈറ്റ് വർക്കൊക്കെ അധികമായി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്വിംഗ് ആമിനെ കുറിച്ചാണ്. നമ്മൾ ഈ സ്വിംഗ് ആം TVS വിക്ടറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സോസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് RX-Zൻ്റെ എക്സോസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ വണ്ടി 4 സ്പീഡ് എഞ്ചിനാണ് വരുന്നത്. അതിൽ നമ്മൾ 5 സ്പീഡിൻ്റെ കവർ കയറ്റിയിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ പവർ കൂട്ടുന്നതിനായിട്ട് വണ്ടിയുടെ സ്റ്റോക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് പവർ ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി വണ്ടിയുടെ സിലിണ്ടർ ഹെഡിലേക്ക് വരുമ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ലെങ്ത് കുറച്ചിട്ടുണ്ട്. അടുത്തതായി പറയാനുള്ളത് വണ്ടിയിൽ നമ്മൾ റേഡിയേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് പൾസർ NSൻ്റെ റേഡിയേറ്ററാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ് വണ്ടിയിൽ റേഡിയേറ്റർ ഫിക്സ് ചെയ്തെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മറ്റൊരു മോഡിഫിക്കേഷനാണ് നമ്മളിതിൽ ഡബിൾ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പൾസർ RSൻ്റെ റിയർ ഡിസ്ക് പ്ലേറ്റും അതുപോലെ തന്നെ RSൻ്റെ കാലിപ്പറുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ടയറിലേക്ക് വരുമ്പോൾ മിഷലിൻ്റെ 18 ഇഞ്ച് ടയറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് RX-Zൻ്റെ മീറ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ ഡബിൾ ഡിസ്ക് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ മീറ്റർ വർക്കിംഗ് അല്ല. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത് ക്ലച്ച് സൈഡിലെ കവർ നമ്മൾ കട്ട് ചെയ്ത് ഒരു ഫൈബർ ഗ്ലാസ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ടാങ്ക് പാഡ് സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായി വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ റിയർ സൈഡ് ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ എല്ലാം ഡാമേജ് ആണ്. അതുപോലെ തന്നെ റിയർ മഡ് ഗാർഡ് അല്പം കട്ട് ചെയ്ത് ലെങ്ത് കുറച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. വണ്ടിയുടെ ചേസ് ഫുള്ള് മെറ്റാലിക് ബ്ലൂ കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ കവറിലും അതുപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാറിലും ഈ ഒരു മെറ്റാലിക് ബ്ലൂ കളർ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോഡി പാർട്സിൽ യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ ലുക്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വണ്ടിയുടെ സീറ്റിലേക്ക് വരുമ്പോൾ ഒരു ബ്രൗൺ കളർ റെക്സിൻ യൂസ് ചെയ്ത് വണ്ടിയിൽ അപ്പോൾസ്ട്രി വർക്ക് ചെയ്ത് വണ്ടിയുടെ സീറ്റ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ കറൻ്റ്ലി ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ്. ഇതിന് ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ നമുക്കായിട്ടുള്ളത് ഒരു അറൗണ്ട് 30 to 40K ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഓരോന്നും സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ ഫ്രണ്ടും റിയറും ഡിസ്ക് സെറ്റ് ചെയ്തതിൽ തന്നെ നമുക്കൊരു അറൗണ്ട് 8,000 ചിലവായിട്ടുണ്ട്. അതുപോലെ 2 ടയറിനും കൂടി തന്നെ നമുക്കൊരു 4,000 സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പവർ ഫിൽറ്ററിന് അറൗണ്ട് 700 rupees ആയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ പെയിൻറ്റിങ്ങിന് തന്നെ നമ്മളൊരു മെറ്റാലിക് പെയിൻറ്റിങ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിന് മാത്രം തന്നെ ഒരു 10K അടുത്തായിട്ടുണ്ട് നമുക്ക് കോസ്റ്റ്. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ റേഡിയേറ്ററും അതുപോലെ തന്നെ സ്വിംഗ് ആമും എല്ലാം നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ ഈ ഒരു ഷോർട്ട് ഹാൻഡിൽ ബാറിന് ഒരു 600 സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 1000 സംതിങ് ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ സർവീസ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടി ഒരു 40,000 അടുത്തായിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. Then show some super support in the form of likes and subscribes. Thanks for watching.